മുകേഷ്, മാമുക്കോയ, ജഗതി, ബൈജു സന്തോഷ് എന്നിവരുടെ നർമ്മസമ്പന്നമായ നിമിഷങ്ങൾ. കല്യാണ കച്ചേരി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. കണ്ടല്ലോ, കാലം കുറെ പതിവ് തുടങ്ങിയിട്ട് രൂപ 300 ഓരോ മാസം ഈ നടയിലെറിഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ? ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ. ആ കാശ് പുറത്തു കൊടുത്ത പലിശ എത്ര കിട്ടുമെന്ന് അറിയാം എനിക്ക്. ജീവിക്കാൻ നിവൃത്തില്ലാതെ തെണ്ടി നടന്നപ്പം ഒരു വഴി പറഞ്ഞെന്ന് ഇവിടുന്നാണല്ലോ. എന്നിട്ടിപ്പോ കയറി തിരിഞ്ഞാലെങ്ങനെയാ? പണം കൊടുത്ത് പലിശ വാങ്ങുന്നത് തെറ്റാണോ? എന്നാ പറഞ്ഞാൽ മതി, ഇന്ന് നിർത്താം. അല്ലാതെ 1-ാം തീയതി എടുക്കുമ്പം പണം തരാനുള്ളവർ ഒളിപ്പിച്ചേക്കുന്ന പണിയുണ്ടല്ലോ, അത് വേണ്ട. അല്ല, ഞാനീ പറഞ്ഞത് തെറ്റാണോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആറുമുഖം, വണ്ടിയെടു, വാ. ഇപ്പൊ പോയ സുധാകരനെ കിട്ടും, അങ്ങോട്ട് കിട്ടോ, അല്ലെങ്കിൽ അവൻ മുങ്ങും. ₹340. പിള്ളച്ചേട്ടനോ? എന്താ പിള്ളച്ചേട്ടാ ഇത്? നിനക്കിത് മുതല്, എനിക്കിത് പലിശ. മുതല് പോയാലും പലിശയെങ്കിലും കിട്ടണ്ട സുധാകര. അതിന് 1-ാം തീയതി ആയില്ലല്ലോ പിള്ളച്ചേട്ടാ. 1-ാം തീയതി ഒരാഴ്ചക്ക് എന്റെ പൊടി പോലും ഇവിടെ കാണില്ലല്ലോ. പിന്നെ ഈ കുരങ്ങനല്ലേ ഇവിടുത്തെ മുതലാളി. നീ തരാനുള്ള കാശ് അവനോട് വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. പട്ടാപ്പകൽ മുതലാളി ഇല്ലാത്ത നേരത്ത് കടക്കുള്ളിൽ അതിക്രമിച്ച് കയറി തൊഴിലാളിയെ മർദ്ദിച്ചവശനാക്കി പണം തട്ടിയെടുക്കൽ. ഏതാ വകുപ്പ്? 392. നിന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് നിനക്കൊന്ന് പച്ച പിടിക്കാൻ കൈയയച്ച് സഹായിച്ച ഞാൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് നിനക്ക് തന്നെ കാണേണ്ടി വരില്ലേ സുധാകര? ആറുമുഖം എന്നാ തലവരെ? അടുത്തതാരാ? കോൺട്രാക്ടർ അർജുനൻ നായർ. തെമ്മാടിത്തരം കാണിക്കുന്നത്. അവിടെ പണിസ്ഥലത്ത് നിൽക്കാൻ നീ ഇതെവിടെ തെണ്ടി നടക്കുന്നത്? 2 ദിവസത്തിനോ പണി തീർത്ത് കൊടുത്തില്ലെങ്കിലേ സർക്കാരിനോട് ഉത്തരം പറയേണ്ടത് ഞാനാ. അവിടെ എന്തോന്ന് എടുത്തിട്ട് പണിയും? സിമന്റ് ഇല്ല, കമ്പിയില്ല, ചല്ലിയില്ല, മണലില്ല. നിനക്ക് അതും പറഞ്ഞ് തടി തപ്പാവല്ലോ. ഇവിടുത്തെ എഞ്ചിനീയറുടെ കൈയും കാലും പിടിച്ചാ ഒരു ചാക്ക് സിമന്റ് ഒപ്പിച്ചെടുത്തത്. അതും വൈകുന്നേരം തിരിച്ചു കൊടുക്കാന്നുള്ള കരാറ്. ഇനി സിമന്റ് ഇല്ലാന്ന് മാത്രം പറയരുത്. ചെല്ലു ചെല്ലു ചെല്ലു, വയറ് പോലെ നിന്നോണം. ഓ, പണിയൊക്കെ ഞാൻ ചെയ്യിച്ചോളാം. ബില്ല് മാറുന്നേരം എന്തായി? ഇനി ഒരിക്കൽ കൂടി പോയി നോക്കണം. കടം വാങ്ങാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ പിടിക്ക്. എന്താ ഇത്? നാളെ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും ഇതിനകത്തുണ്ട്. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. ഇനി ഈ പണിക്ക് ഞാനില്ല. ബാല, ആ കണ്ടവന്റെ തല്ലുകൊള്ളാനും എന്നെ കൊണ്ട് പറ്റില്ല. 2 ആഴ്ച ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്റെ ഒറ്റ വാക്കിന്റെ ബലത്തിൽ അമാര് നിൽക്കുന്നത്. ഇന്നെങ്കിലും ശമ്പളം കൊടുത്തില്ലെങ്കിൽ അമാരുടെ കൊങ്ങ കയറി പിടിക്കും. പിന്നെ സിമന്റ് ഇറക്കാന്റെ വേറെ. ഇതാണ് നിന്റെ ഒരു കുഴപ്പം. അസ്ഥാനത്ത് കയറി തമാശ പറയും. ഇത് തമാശയല്ല. ഒക്കെ എനിക്കറിയാം. നീ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, എന്റെ കൊക്കിന് ജീവനുള്ളോളം കാലം ഞാൻ മറക്കില്ലടാ. വല്ലാണ്ടങ്ങ് സൂചിപ്പിക്കണ്ട. അധികാലം ഈ കൊക്കിന് ജീവൻ ഉണ്ടാവുന്നു തോന്നുന്നില്ലടാ. അതായത് നിന്റെ പണടിയന്തരം ഉടനെ ഉണ്ടെന്ന്. ഇവനെന്തിനാ ഓടിയത്? ഇവനെന്തോ എങ്കടാവൻ പോനെ? ആര്? മുതലാളി അർജുനെ. അയ്യോ, അർജുനെ എന്ന് കണ്ടയില്ല. അമ്മ സത്യം. അവൻ തന്നെ ഇപ്പൊ പോനെ. അതോ, അത് അർജുനല്ല, ദുര്യോധനൻ, നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ. കഴിവരുടെ മോനെ കള്ളം പറയുന്നത്. രണ്ടും കൂടി ചേർന്ന് കുരങ്ങ് കളിപ്പിച്ചാലുണ്ടല്ലോ, കയ്യും കാലും വെട്ടിയരി വാഴക്ക് വളവിടും ഞാൻ. പറയടാ, അവനെവിടെ? വീട്ടിലേക്കാ പോയത്. പിന്നെ ആറുമുഖം, വണ്ടിയെടു. ആറുമുഖം, എത്രയുണ്ട് തന്നെ നോക്ക്. എടാ അർജുന, വെറുതെ ഇവന്മാരോട് കളിച്ച് എന്റെ അസ്ഥി അളക്കണ്ട. എന്റെ സമ്പാദ്യത്തിന് പകുതിയിലധികം തിന്നു നിൽക്കുന്ന ഇവന്മാരാ. അതിന്റെ ഊറ്റം കാണിക്കാതിരിക്കോ? നോക്ക്, നീ ആവശ്യപ്പെടുമ്പോഴൊക്കെ നിനക്ക് പണം എണ്ണിത്തരുന്നത് ഫ്രീ ആയിട്ടല്ല, കടമാണ്, കടം. അത് പലിശ സഹിതം തിരിച്ചു തരേണ്ടത് നിന്റെ കടമ. നീ അത് തന്നിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങണ്ടേ ഇവന്മാരെ കടമ. ആറുമുഖം, എത്ര ഉണ്ടായാലും? 10,000 തലവരെ. അത് പോരല്ലോ, ഇനി വേണ്ട 7,000 റുപ്യ. പിള്ളച്ചേട്ടാ, ചതിക്കരുത്. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശാ വളരെ കഷ്ടപ്പെട്ടാ ഒപ്പിച്ചെടുത്തത്. എങ്ങനെയെങ്കിലും പണിയൊന്നും തീർത്തെടുത്താലേ ബില്ല് മാറത്തുള്ളൂ. കിട്ടിയാൽ ഇരട്ടി പലിശയായിട്ട് തിരിച്ചു തരാം. എന്റെ ജീവിത പ്രശ്നമാണ്. എന്റെ ജീവിത പ്രശ്നമാടാ. ഇതും കൂടെ പോയാ പിന്നെ ആത്മഹത്യ മാത്രമേ നിവൃത്തിയുള്ളൂ. തുടങ്ങി. നിനക്ക് ആത്മഹത്യയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. പിള്ളച്ചേട്ടാ, ഇന്നലെ രാത്രി ആത്മഹത്യക്ക് ഒരുങ്ങിയതാ. തക്ക സമയത്ത് ഞാൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആ, എന്റെ മരണത്തിന് ഉത്തരവാദി ഭാർഗവൻപിള്ള ചേട്ടനാണെന്നും കടം കൊണ്ട് പൊറുതിമുട്ടിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും ബാലനും ഭാർഗവൻപിള്ള ചേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു കത്തും പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ആത്മഹത്യ പ്രേരണ കുറ്റം നമ്മൾ രണ്ടും ആത്തായില്ലേ? എന്റെ പണം നഷ്ടപ്പെടുത്തി എന്നെ അകത്താക്കാൻ എന്റെ പരിപാടിയല്ലേ? പിന്നെ ഞാൻ എന്തു വേണം? പിള്ളച്ചേട്ടൻ പറ. ആരെയും അകത്താക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല. പിള്ളച്ചേട്ടൻ അറിയോ,
വെറും 30,000 രൂപയില ഇന്ന് എന്റെ ജീവിതം തൂങ്ങുന്നത്. 30ഓ 50ഓ ആയിക്കോട്ടെ, പിള്ളച്ചേട്ടനോട് ചോദിച്ചാ പോരെ. ഇത്രയും നാൾ നിന്നെ ആരാ സഹായിച്ചത്? അതിന് ആത്മഹത്യയാണോ പോം വഴി? അതെ, ഈ പറഞ്ഞാണ് നേര്. പണം കൊടുക്കില്ല എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പലിശ കിട്ടണം, അല്ലാതെ കുരുഷ്ടെഴുതി പാരമണിയല്ല. കാശ് എത്ര വേണം? ചോദിക്കൂ. 30. ഇപ്പൊ 30 മതി. 30ഓ? അറുമുഖം ആ 10 എടുക്ക്. ശൽവം ആ 20 എടുക്കും. ഇതാ 30 ഉറുപ്പ്യുണ്ട്. ഇത് പലിശ സഹിതം 1-ാം തീയതി എന്നെ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ ഭാർഗം പിള്ളയുടെ ഇതുവരെ കാണാത്ത മുഖം നീ കാണേണ്ടി വരും. കേട്ടല്ലോ? ആറുമുഖം വണ്ടി എടു. എങ്ങനെയുണ്ട്? No, it's the submissions of the place. Yes. വെറുതെ ക്ലാഷ് ഉണ്ടാക്കരുത്. മനുഷ്യൻ ഇവിടെ കടം കൊണ്ട് മുങ്ങി നിൽക്കപ്പെടാ. നിന്റെ ഒരു എന്റെ കടം പിന്നെ ആര് തീർക്കും? അത് നിനക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചത്. കമ്പിക്കാരനും ചല്ലിക്കാരനും കാശ് കൊടുത്തില്ലെങ്കിൽ അവന്മാരുടെ നെഞ്ചി കയറിയുന്ന പൊങ്കാലെടുത്ത് നിനക്കറിയോ? എന്നാ കമ്പിക്കാരന്റെ കാശ് പിന്നെ അങ്ങനെ കൊടുക്കല്ലേ? കണ്ടോ, അടി കൊണ്ടാലേ നീ നന്നാവും. കണക്കെട്. കമന്റ് 5 ആക്ക്. എന്താണ് കമന്റ്? കമന്റ് അല്ല, സിമന്റ്. എന്റെ പൊന്നു ബാല, ദേവി ഇത് നീ ഇംഗ്ലീഷിൽ എഴുതരുത്. വെറും 7-ാം ക്ലാസ്സുകാരനാ നീ. അതെന്താ നീ ഇടയ്ക്ക് മറന്നു പോകുന്നത്? അവന്റെ ഒരു ഫുൾ സ്ലീവ് ഷർട്ടും ജീൻസും. നീ ആരുടെ? അർജുനൻ സാറിന് ഒരു കത്തുണ്ട്. അമ്മയുടെ കഥ. എന്താ കാര്യം? അമ്മാവന്റെ കല്യാണ കാര്യം. അല്ലാന്ത്, പുതിയ കുറെ ആലോചനകൾ വന്നിട്ടുണ്ട്. പെണ്ണ് കാണാൻ ഞാനിവിടെ ചെല്ലണമെന്ന്. അയാൾ ഇതുവരെ കെട്ടിയില്ലേ? പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് ഇന്നാളൊരു ദിവസം നീ പോയത് ഒരിക്കല. എന്റെ കുഞ്ഞുനാളിലേ തുടങ്ങിയ പെണ്ണ് കാണല. പെണ്ണ് കാണാനല്ലാതെ പെണ്ണ് കെട്ടാനുള്ള യോഗം ഈ ജന്മത്തെ എന്റെ അമ്മാവനില്ല. എന്താ ഒരാലോചന? ഇത്തവണയും തടസ്സം കാണുന്നുണ്ടോ കുടുംബ ജോത്സ്യരെ? ഈ ശംഖു ഉരുട്ടുന്നത് കണ്ടു എന്റെ കണ്ണ് മരവിച്ചു. എന്റെ 15 കൊല്ലമാ ജോത്സ്യരുടെ പ്രവചനം പാഴാക്കി കളഞ്ഞത്. എനിക്കിപ്പോ ഇതിൽ വിശ്വാസമില്ലാണ്ടായി. അങ്ങനെ പറയരുത്, ഇത് ശാസ്ത്രമാണ്. കണക്ക് ഒരിക്കലും കള്ളം പറയില്ല. വിധി ആരാരും നടക്കുകയല്ലോ. ഈശ്വരാധീനം ഉണ്ടായാൽ വിധിയെ വെല്ലാൻ പറ്റില്ലേ? ലേശ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഗണിച്ചിട്ട് വിപരീതമല്ല, കർമ്മദോഷാവേ. ഇത്രയും കാലം ജോത്സ്യര് പറഞ്ഞ കാര്യങ്ങള് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഇത്തവണ എനിക്കൊരവസരം തരണം പ്ലീസ്. 100 എണ്ണം ഉണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്ത് കിട്ടിയതാ. പെൺകുട്ടികളുടെ ഗ്രഹനില അടക്കമുണ്ട്. സൗന്ദര്യമുള്ളത് ഏതാണെന്ന് ജോത്സ്യർ ഇത് നോക്കി ഗണിച്ച് പറയണം. അവരെ മാത്രം ഇനി പോയി കണ്ടാ മതിയല്ലോ. പെണ്ണ് കാണാൻ കയറി ഇറങ്ങി എന്റെ ഹാഫ് ഷൂവിന്റെ സോള് തേഞ്ഞ് ജോത്സ്യരെ. വേവോളം കാത്തിരുന്നില്ലേ ബൽറാമ? ഇനി 6ഓളം കാത്തിരിക്കരുതോ? നന്നായി, അപ്പോഴേക്കും എന്റെ വിക്കറ്റ് തെറിക്കും. മനുഷ്യനെ ഒരുമാതിരി വേണ്ടി. അവൻ പൊക്കോട്ടെ. ലോകത്തുള്ള അമ്മമാരുടെ എല്ലാം വിവാഹ അനന്തരവന്മാരല്ലോ നടത്തി കൊടുത്തിട്ടുള്ളത്. പ്രസംഗം നിർത്ത്. നീ മോശക്കാരൊന്നുമല്ല. ആ പെൺകുട്ടിക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? അയ്യോ, ആകെ കുഴപ്പാ. കാക്ക കണ്ണ് നേപ്പാൾ മൂക്കും. ചേച്ചമ്മ നേരിട്ട് കണ്ടതല്ലേ? എനിക്കിഷ്ടായി. നിനക്ക് കാത്തിരുന്നോ, തിലോത്തമ വരും. സീതേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ആ ക്നാപ്പ് പെണ്ണിനൊരു ചിണുങ്ങലില്ലേ? കാപ്പി കുടിക്കുമോ എന്നല്ലേ ചോദിച്ചേ? അമ്മാവൻ പറയണ പോലെ ഒന്നുമല്ല. നല്ല കുട്ടി, എനിക്കിഷ്ടായി. കേറി പോടിയകത്ത്. ഇഷ്ടായി. ഇവർക്കൊന്നും യാതൊരു സൗന്ദര്യബോധവും ഇല്ലല്ലോ. ഇതിന്റെയൊക്കെ മുഖത്തല്ലേ കണ്ണ്? ആ തൃത്താലയ്ക്ക് പോയ ബ്രോക്കർ ഒന്ന് വന്നോട്ടെ, അത് പാഴായി പോവില്ല. ഷുവർ, ഐ എം ഷുവർ. ചേടാ, അവൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് നീ എടുത്തിയാടിയത് എങ്ങട്ടാ? പിടിപ്പത് ജോലിയിട്ട് എറിഞ്ഞിട്ടാ കത്ത് കിട്ടിയ ഉടനെ എടുത്തിയാടി പുറപ്പെട്ടത്. ഇനി എന്റെ ഒരു കുറവ് കാരണം അമ്മാവന്റെ പെണ്ണ് കാണാൻ നടക്കാതിരിക്കണ്ടെന്ന് കരുതി ഇവിടെ ഇങ്ങനെ തെക്കും മടക്കം നടന്നാലുണ്ടല്ലോ എന്റെ പണി വെള്ളത്തിലാവും. നാട് മുഴുവൻ തെണ്ടി നടന്ന് അമ്മാവന് വേണ്ടി പെണ്ണ് കണ്ട് നാണം കെടാൻ ഇനി എന്നെ കൊണ്ടാവില്ല. എനിക്ക് വേണ്ടി പെണ്ണ് കാണാൻ നടന്ന ആരും ഇവിടെ നാണം കെടണ്ട. ഇവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ചേച്ചിയമ്മയുടെ ആരാ പറഞ്ഞ? അനന്തരവ നോക്ക്, അങ്ങയുടെ സഹായമില്ലാതെ എനിക്ക് പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതുവരെ ചെയ്തു തന്ന സഹായത്തിന് താങ്ക്സ്. മൂക്കി പല്ലു വന്നു. ഇനി എപ്പോഴാ കൊമ്പും കൂടെ മുളയ്ക്കുമ്പോഴോ? ചേച്ചമ്മേ, ആർക്കാടാ കൊമ്പ് വളച്ചത്? എനിക്കല്ല, ഇത് ഗണപതി കല്യാണം പോലെയാണമ്മേ. നാളെ നാളെ നീള നീള അങ്ങ് നീണ്ടോട്ടെ. ഗണപതിയുടെ കാര്യമല്ലേ, അതിന് എനക്കെന്തുവാടാ ചേതം? എനിക്കൊരു ചേതവും ഇല്ല. പക്ഷെ ഒന്നുണ്ട്, അമ്മാവന് പെണ്ണ് കിട്ടിയില്ല എന്ന് കരുതി കാത്തിരിക്കാനൊന്നും മരുമോനെ കിട്ടില്ല. സമയമാകുമ്പോ എന്റെ കല്യാണം ഞാൻ നടത്തും. ആഹാ, നടത്തുവോ നീ? മുട്ടുകാലിയും തല്ലി പിടിക്കും. തലയിരിക്കുമ്പോ വാലാടണ്ട. എത്ര കാലമായാലും ശരി, അമ്പാടി വീട്ടിൽ ആദ്യം വന്ന് കയറുന്നത് ബലരാമന്റെ പെണ്ണായിരിക്കും. അങ്ങനെ പറ ചേച്ചമ്മേ. അമ്മേ, ഞാനൊരു തമാശക്ക്. വേണ്ട, അങ്ങനെ വെറുതെ തമാശ ഒന്നും പറയണ്ട കേട്ടോ. നല്ല ഫലിതം. ചിരിക്കണ്ട. സൗകര്യം പോലെ പെണ്ണിനെ കണ്ടെത്തിയിട്ട് എഴുതി അറിയിച്ചാ മതി. മുഹൂർത്തം ആവുമ്പോ ഞാൻ ഇങ്ങ് എത്തിക്കൊള്ളാം. അതുവരെ ഈ പടിക്കകത്ത് ഞാൻ കാലുകുത്തില്ല. അർജുന,
സീരിയസ് ആയിട്ടാണോ? തമാശയായിട്ടാണ്, പക്ഷെ അമ്മാവൻ സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ചേച്ചമ്മേ, ഏ? പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലായോ? നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. മൂക്കി കൂടെ പല്ല് വന്നല്ലോടാ കഴുതേ. എന്താ ഇവിടെ സത്യാഗ്രഹം ഇരിക്കുക? എങ്ങനെ? സത്യാഗ്രഹം ഇരിക്കുകയാണെന്ന്. വിട്ടു പോട്ട്. പോ. ഇതെന്തോ സെക്രട്ടറിയേറ്റാ സത്യാഗ്രഹം ഇരിക്കാൻ? ആ, നീ ഇതെവിടെ കറങ്ങി നടക്കായിരുന്നു? ഞാൻ ഒരു ശവപ്പെട്ടിക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുക. ആ ഭാർഗവൻ പിള്ളയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടുവാണെന്ന് കരുതി. അയാളെ പേടിച്ച് തന്നെ ഞാൻ ഇങ്ങോട്ട് വരായിരുന്നു. എടാ ബാല, നമുക്ക് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജന ഇരിക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. എന്തു പറ്റി? ഈ അടുത്ത കാലത്തൊന്നും എന്റെ ബില്ല് മാറി കിട്ടുന്ന ലക്ഷണമില്ല. നീ കൈക്കൂലി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞതാ കുഴപ്പമായത്. ആ പഴയ സൂപ്രണ്ട് മാറി. എല്ലാം ഒരേ ഇനമാണെന്നല്ലേ ഞാൻ കരുതിയിരുന്നത്. എന്നെ ഇട്ട് ചാടിച്ചു കളഞ്ഞു. അയാൾക്ക് ഫയൽ ശരിക്കൊന്ന് പഠിക്കണമെന്ന്. ചുരുക്കത്തിൽ നിന്റെ ഫയൽ മടങ്ങാറായി എന്നർത്ഥം. നീ പറഞ്ഞ പോലെ കാശിയിലും രാമേശ്വരത്തും ഒന്നും നിൽക്കില്ല. നാളെ കൃത്യം 10 മണിക്ക് ഭാർഗവൻ പിള്ള ഇവിടെ എത്തും. പണം കൊടുത്തില്ലെങ്കിൽ രണ്ടിനെ ഇടിച്ച് പേസ്റ്റ് ആക്കും. അതിനു മുമ്പ് അയാളെ പതപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തണം. എന്റെ ബുദ്ധിയിൽ ഒരു വഴിയും കിട്ടുന്നില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടും. ഇതാ എനിക്ക് കിട്ടി. എന്ത്? അന്ന് നമ്മൾ ഭാർഗവൻ പിള്ള എടുത്തൊരു ആത്മഹത്യ ചീട്ടിറക്കില്ലേ? അത് സംഗതി ഏറ്റോ? ആത്മഹത്യ വെച്ചിട്ടോ? ആ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവണ്ട, അയാൾക്ക് മനസ്സിലായാൽ മതി. അർജുന, അന്ന് നീ ആത്മഹത്യക്ക് ഒരുങ്ങി എന്ന് പറഞ്ഞപ്പോഴേ അയാളൊന്ന് ഞെട്ടി. നീ ചത്താ പിന്നെ അയാൾക്ക് അവിടെ നിന്ന് കാശ് കിട്ടും. ഇത്തവണ നമ്മളൊരു ആത്മഹത്യ നാടകം തന്നെ കളിക്കുന്നു. നാളെ കൃത്യം 10 മണിക്ക് പിള്ള ഇവിടെ എത്തുന്നു. നീ മുറി കയറി തൂങ്ങുന്നു. തൂങ്ങാനോ? നീ ഞെട്ടാതെ. പിള്ള വരുമ്പോൾ പുറത്ത് കാത്ത് ഞാൻ ഒരു സിഗ്നൽ തരും. സിഗ്നൽ കിട്ടിയാലൂടെ നീ കയറി തൂങ്ങണം. പിള്ളയോടൊപ്പം ഓടിയെത്ത് ഞാൻ കയററുത്തിടും. അങ്ങനെ നീ രക്ഷപ്പെടുന്നു. പിള്ളയുടെ മനസ്സലിയുന്നു. നമ്മൾ ചോദിക്കുന്ന എല്ലാ ഇളവും കിട്ടുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കഴുതേ, ഇതാണോ നിന്റെ ഐഡിയ? എന്നെ ഇങ്ങനെയൊന്നും കൊന്നത് പോരായിരിക്കും അല്ലേ? തൂങ്ങിയാലൂടെ ചത്തുപോകുന്നില്ല. ഒരു ചെറിയ പരിക്ക്, അത്രേ ഉള്ളൂ. ഭാർഗവൻ പിള്ളയെ ഒതുക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ എന്റെ ബുദ്ധി പാഴായി പോയിട്ടില്ല അർജുന. ഇതൊക്കെ കുഴപ്പമാവൂടെ? കുഴപ്പമാവാതിരിക്കാനായി പറയുന്നത്. അപ്പൊ നാളെ രാവിലെ പിള്ള വരുന്നു, ഞാൻ സിഗ്നൽ തരുന്നു, നീ തൂങ്ങുന്നു. ഞാൻ അറുത്തിടുന്നു. ഓക്കെ ഓക്കെ.